നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. മറിഞ്ഞ MSC എൽസ 3 ചരക്ക് കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ കേരള തീരത്തേക്ക്. കൊല്ലം തീരത്ത് കൂടുതൽ കണ്ടെയ്നറുകൾ 19 കണ്ടെയ്നറുകളാണ് കൊല്ലം തീരത്തടിഞ്ഞത്. ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ ആലപ്പുഴ തീരത്ത്. ആറാട്ടുപുഴ തറയിൽക്കടവ് ഭാഗത്താണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത്. കണ്ടെയ്നർ കടൽ ഭിത്തിയിലിടിച്ച് തകർന്ന് സാധനങ്ങൾ കടലിലൊഴുകി. കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തെത്താൻ സാധ്യത. ജാഗ്രത ശക്തമാക്കി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ശക്തമായ കാറ്റും മഴയും. വ്യാപക നാശനഷ്ടം. കൊല്ലൂരിൽ നിരവധി വീടുകൾ തകർന്നു. വ്യാപകമായ കൃഷിനാശം. വിശദമായ വാർത്തകളിലേക്ക്. കേരള തീരത്ത് മറിഞ്ഞ MSC എൽസ 3 ചരക്ക് കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ കേരള തീരത്തേക്ക്. കൊല്ലം തീരത്തേക്കാണ് കൂടുതൽ കണ്ടെയ്നറുകൾ എത്തിയത്. 19 കണ്ടെയ്നറുകളാണ് കൊല്ലം തീരത്ത് അടിഞ്ഞത്. ആലപ്പുഴ തോട്ടപ്പള്ളിക്ക് പടിഞ്ഞാറ് മറിഞ്ഞ MSC എൽസ 3 ചരക്ക് കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ കേരള തീരത്തേക്ക് അടുക്കുകയാണ്. കൊല്ലം തീരത്തേക്കാണ് കൂടുതൽ കണ്ടെയ്നറുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നീണ്ടകര, ശക്തികുളങ്ങര ഭാഗങ്ങളിലായി 13 കണ്ടെയ്നറുകൾ ഇതിനകം ഒഴുകിയെത്തി. നീണ്ടകര പരിമണം ക്ഷേത്രത്തിന് എതിർവശത്ത് 2ഉം പരിമണത്തെ ഹോട്ടലിന് പിന്നിൽ 3ഉം നീണ്ടകര ഹാർബറിന് സമീപം 5ഉം കരിത്തിറ ഭാഗത്ത് 1ഉം ശക്തികുളങ്ങര മദാമാത്തോപ്പ് ഭാഗത്ത് 1ഉം കണ്ടെയ്നറുകളാണ് ഒഴുകിയെത്തിയത്. കരിത്തുറ ഭാഗത്ത് കണ്ട കണ്ടെയ്നർ തീരം തൊട്ടിട്ടില്ല. ഞായറാഴ്ച രാത്രി ചെറിയജീക്കൽ തീരത്ത് ഒരു കണ്ടെയ്നർ എത്തിയിരുന്നു. ഇനിയും കൂടുതൽ കണ്ടെയ്നറുകൾ കൊല്ലം തീരത്തേക്ക് ഒഴുകി എത്തുന്നുണ്ടെന്നാണ് വിവരം. ഒരു 6 മണിയായപ്പോൾ പണിയാത്ത വന്നപ്പോഴാണ് 3 ഒഴുകി ഇങ്ങനെ തെക്കോട്ട് പോയത്. ഒരെണ്ണം നമ്മുടെ കടൽ തീരം എന്ന ഹോട്ടലിലെ പടിഞ്ഞാറത്തിലായിരുന്നു. 2 തെക്കോട്ട് ഒഴുകി പോയായിരുന്നു. അതുപോലെ തെക്കത്ത് അത് കണ്ടിട്ട് ഞാൻ വടക്കോട്ട് കടന്നു വരുമ്പോഴാണ് വടക്കുന്ന് വന്ന ഒഴുകി വരുന്നത്. പരിമണം ലക്ഷമീട് പോകുന്നുള്ള പടിഞ്ഞാറത്തേക്ക് അയച്ചു വരുന്നത്. അപ്പോൾ കടലിൽ കൂടെ ഒക്കെ ഒഴുകി തെക്കോട്ട് പോകുന്നുണ്ട്. നമുക്ക് കരക്കിട്ടാൻ കാണാം. കടൽ മാർഗം ഒഴുകി തെക്കോട്ട് പോകുന്നുണ്ട്. അത് എവിടെ കയറുമെന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. കടലിൻ്റെ ഒഴുക്കനുസരിച്ചും ഇതിൻ്റെ കടലിൻ്റെ വെള്ളത്തിൻ്റെ നീരൊഴുക്കനുസരിച്ചായിരിക്കും കയറുന്നത്. 10 മൈലിലൊക്കെ കയറിയിട്ടുണ്ടെന്ന് പറയുന്നു. സംഭവം ഇത് കരക്കടിഞ്ഞ് ഡോറൊക്കെ തുറന്നെങ്കിൽ ഇതിനകത്ത് ഒന്നും ഉണ്ടെന്നുള്ള നമുക്ക് വ്യക്തമാവുന്നില്ല. പിന്നെ മറ്റു ഉദ്യോഗസ്ഥരൊക്കെ വന്ന് അതിനകത്ത് ടെസ്റ്റ് ചെയ്യരുത്, അതിനടുത്തൊന്നും പോകരുതെന്നൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ പത്രമാധ്യമം ഇത് കാണുന്നുണ്ട്. കണ്ടെയ്നറുകളെല്ലാം മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ പോലീസും അഗ്നിരക്ഷാസേനയും ചേർന്ന് കയറുകൊണ്ട് ബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടെയ്നറുകൾ ഏറ്റെടുക്കുന്നതിന് കസ്റ്റംസ് അധികൃതരും എത്തും. തീരത്ത് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കനത്ത ജാഗ്രത പുലർത്തുന്നുണ്ട്. കുഫോസിലെ ശാസ്ത്രജ്ഞർ കടലിലെ വെള്ളം പരിശോധനയ്ക്കായി എടുത്തിട്ടുണ്ട്. നിലവിൽ നീണ്ടകരയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്കേർപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തടിയാൻ സാധ്യത. ഇതേ തുടർന്ന് ജാഗ്രത ശക്തമാക്കി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് പോവുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള തീരത്ത് അപകടത്തിൽപ്പെട്ട MSC എൽസ 3 ചരക്ക് കപ്പലിലെ കണ്ടെയ്നറുകൾ കൂടുതലായി കൊല്ലം, ആലപ്പുഴ തീരത്ത് അടിയാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. നിലവിൽ RRRF ടീം, പോലീസ്, ഫിഷറീസ്, ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഏകോപിപ്പിച്ചു വരികയാണ്. നിലവിൽ തീരത്തെത്തിയ മുഴുവൻ കണ്ടെയ്നറുകളും കാലിയാണെന്നാണ് നിഗമനം. കടലിൽ വീണ കണ്ടെയ്നറുകൾ ഒഴുകിയെത്താൻ സാധ്യത ഏറ്റവും കൂടുതലുള്ളത് ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലയുടെ തീരമേഖലകളിലാണെന്നാണ് ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള ദ ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസിന്റെ വിലയിരുത്തൽ. 600-ലേറെ കണ്ടെയ്നറുകളുമായി വിഴിഞ്ഞത്തു നിന്നും കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ ശനിയാഴ്ച കൊച്ചി പുറംകടലിലാണ് കപ്പൽ ചരിഞ്ഞത്. തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് 27 കിലോമീറ്റർ അകലെയാണ് കപ്പൽ മുങ്ങിയത്. മുങ്ങിപ്പോയ 25 കണ്ടെയ്നറുകളിലുള്ള കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെയുള്ള ഹാനികരമായ രാസവസ്തുക്കളും കപ്പലിൽ നിന്നുണ്ടായ ഇന്ധനച്ചോർച്ചയുമാണ് കടലിനും തീരത്തിനും ഭീഷണിയാകുന്നത്.
73 കാലി കണ്ടെയ്നർ ഉൾപ്പെടെ കപ്പലിൽ 623 കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 13 എണ്ണത്തിലാണ് ഹാനികരമായ രാസവസ്തുക്കളും 12 എണ്ണത്തിൽ കാൽസ്യം കാർബൈഡുമുള്ളത്. ടാങ്കുകളിൽ ഊർജ്ജോൽപാദനത്തിന് ഉപയോഗിക്കുന്ന 84.44 മെട്രിക് ടൺ ഡീസലും 367.1 മെട്രിക് ടൺ ഫർണസ് ഓയിലും ഉണ്ടായിരുന്നു. ചിലയിടങ്ങളിൽ എണ്ണപ്പാട വ്യാപിച്ചിട്ടുണ്ട്. ഇൻഫ്രാറെഡ് ക്യാമറകളുടെ സഹായത്തോടെ എണ്ണപ്പാട കണ്ടെത്തി നീക്കാനുള്ള ഊർജിത ശ്രമം തീരസേനയുടെ നേതൃത്വത്തിൽ തുടരുകയാണ്. കടലിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകൾ തീരത്ത് അടിയുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനായി കസ്റ്റംസ് മറൈൻ പ്രിവെന്റീവ് യൂണിറ്റുകളിലെ ഉദ്യോഗസ്ഥരെ കേരള തീരത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഇതേസമയം ചവറയുടെ തീരപ്രദേശത്ത് കൂടുതൽ ജാഗ്രത ഏർപ്പെടുത്തി. ഇവിടെ കണ്ടെയ്നറുകൾ അടിഞ്ഞ പ്രദേശത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സന്ദർശനം നടത്തി. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. എത്ര എണ്ണം അടിയതായിട്ടാണ് ഇപ്പം നമ്പേഴ്സ് എടുക്കാൻ പറ്റില്ല, കാരണം ഒത്തിരി കോഴ്സിന് വന്നുകൊണ്ടിരിക്കുകയാണ്. നീലഗിരി ഹാർബറിലേക്ക് ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നുകൊണ്ടിരിക്കുന്ന മുറയ്ക്ക് നമ്മൾ ട്രെയിൻ ഉപയോഗിച്ച് ഒന്നും ചെയ്യാൻ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ആൾക്കാർക്ക് ഇപ്പം ഏറ്റവും ആവശ്യമുള്ളതൊന്ന് മാറ്റാറുള്ളതാണ്. അതൊക്കെ മെസ്സേജ് സ്പ്രെഡ് ചെയ്യും. ഇന്നലെ മുതൽ ഇങ്ങനെ ചെറിയ ഭാഗത്ത് പോലീസിനെ അവിടെ ഏതാണ്ട് 30 BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ, CPM കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ, ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA എന്നിവരും സ്ഥലം സന്ദർശിച്ചു. മനസ്സിലാക്കാൻ സാധിച്ചത് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് അവരുടെയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെയും ദ്രുതഗതിയിലുള്ള ഇടപെടൽ ഓൾറെഡി നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഡോർണിയൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അവർ ഓൾറെഡി നിരീക്ഷണത്തിലാണ്, അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് മുംബൈയിൽ നിന്ന് 11 മണിക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഓയിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ തരണം ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാനും അതിന് നടപടി സ്വീകരിക്കാനും ആവശ്യമായിട്ടുള്ള പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വെസൽ അത് 11 മണിക്ക് ഇപ്പോൾ മുംബൈയിൽ നിന്ന് ഓൾറെഡി പുറപ്പെട്ടിട്ടുണ്ട്. ഈ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4 സംഘം ഓൾറെഡി അവർ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാൽവേജ് ടീം എന്ന് പറയും, അതായത് ഇത്തരത്തിലുള്ള ഏതൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാലും വളരെ ജാഗ്രതയോട് കൂടിയിട്ട് ഇതിൻ്റെ റിമൂവ് ആവശ്യമാണെങ്കിലും അതിൻ്റെ ത്വരിതഗതിയിലുള്ള പ്രവർത്തനത്തിനാണെങ്കിലും സാൽവേജ് ടീം അതിൻ്റെ ഏറ്റവും വിദഗ്ധമായിട്ടുള്ള ഒരു സംഘം തന്നെയാണ് എത്തിയിട്ടുള്ളത്. അവർ ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതേസമയം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി. തീരത്ത് അപൂർവ വസ്തുക്കൾ കണ്ടാൽ തുടരുതെന്നും ആശങ്കപ്പെടേണ്ടതില്ല, ജാഗ്രത പാലിക്കണമെന്നും ഉന്നതതല യോഗത്തിനു ശേഷം മുഖ്യമന്ത്രി പറഞ്ഞു. കോസ്റ്റ് ഗാർഡ് 2 കപ്പലുകൾ ഉപയോഗിച്ച് എണ്ണ പടരുന്നത് തടയാൻ നടപടി സ്വീകരിച്ചു വരികയാണ്. ഒരു ഡോണിയർ വിമാനം ഉപയോഗിച്ച് എണ്ണ നശിപ്പിക്കുന്ന പൊടി തളിക്കുന്ന ജോലിയും പുരോഗമിക്കുന്നുണ്ട്. കേരള തീരത്ത് പൂർണ്ണമായും ജാഗ്രതാ നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ. ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ ആലപ്പുഴ തീരത്തും അടിഞ്ഞു. ആറാട്ടുപുഴ തറയിൽ കടവ് ഭാഗത്താണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത്. കണ്ടെയ്നർ കടൽ ഭിത്തിയിലിടിച്ച് തകർന്ന് സാധനങ്ങൾ കടലിൽ ഒഴുകി നടക്കുകയാണ്. ആറാട്ടുപുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്തമായ മുന്നറിയിപ്പ്. കൊച്ചി കടലിൽ നിന്നും കാണാതായ രാസവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകൾ നമ്മുടെ തീരത്ത് അടിഞ്ഞിരിക്കുന്നതിനാൽ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായി എല്ലാ നാട്ടുകാരും 2 മണിക്കൂർ സമയത്തേക്ക് തീരത്തു നിന്നും 20 മീറ്റർ അകലം പാലിച്ച് മാറി നിൽക്കണമെന്ന് അപേക്ഷിക്കുന്നു. കേരള തീരത്ത് മറിഞ്ഞ MSC എൽസ 3 ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ ആലപ്പുഴ തീരത്തേക്കും ഒഴുകിയെത്തി. ആലപ്പുഴ ആറാട്ടുപുഴ തീരത്താണ് കണ്ടെയ്നർ അടിഞ്ഞത്. തറയിൽ കടവ് ഭാഗത്താണ് പുലർച്ചെ നാട്ടുകാർ കണ്ടെയ്നർ കണ്ടത്. കടലിൽ ഒഴുകി നടന്ന കണ്ടെയ്നർ പിന്നീട് കടൽ ഭിത്തിയിൽ വന്നിടിച്ച് പൊട്ടിപ്പൊളിഞ്ഞു. സാധനങ്ങൾ മുഴുവൻ കടലിൽ ഒഴുകി നടക്കുകയാണ്. 2 കണ്ടെയ്നർ കൂട്ടിച്ചേർത്ത നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഓറഞ്ച് തുണി കൊണ്ട് പൊതിഞ്ഞ ബോക്സിന് മുകളിൽ സോഫിടെക്സ് എന്നാണ് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. കപ്പലിലുണ്ടായിരുന്ന 643 കണ്ടെയ്നറുകളിൽ 73 എണ്ണവും കാലിയാണ്. 13 എണ്ണത്തിൽ കാൽസ്യം കാർബൈഡ് ഉൾപ്പെടെയുള്ള രാസവസ്തുക്കളുണ്ടെന്നാണ് കസ്റ്റംസ് വെളിപ്പെടുത്തൽ. ബാക്കി എന്തൊക്കെയാണുള്ളതെന്ന വിവരം പുറത്തു വന്നിട്ടില്ല. കസ്റ്റംസ് നിയമമനുസരിച്ച് ഈ കണ്ടെയ്നറുകൾ ഒഴുകി കേരള തീരം തൊട്ടാൽ കസ്റ്റംസിനാണ് പിന്നെ പൂർണ്ണ ഉത്തരവാദിത്വം. തീരുവ അടയ്ക്കാതെ കൊണ്ടുവന്നിട്ടുള്ള ചരക്കുകളാണ് കപ്പലിലുള്ളത്. ഇതിൽ നിന്ന് ചരക്കുകൾ മാറ്റുന്നത് നിയമവിരുദ്ധമാണ്. കണ്ടെയ്നറുകൾ കണ്ടെത്താനും നിരീക്ഷിക്കാനും കസ്റ്റംസ് മറൈൻ ആൻഡ് പ്രിവെന്റീവ് യൂണിറ്റുകളെ കേരള തീരത്ത് വിന്യസിച്ചിട്ടുണ്ട്. കര തൊടുന്നതിനനുസരിച്ച് സംഘം എത്തി കണ്ടെയ്നറുകൾ പരിശോധിക്കുകയും അപകടകരമല്ലാത്ത വസ്തുക്കളുള്ളത് കൊച്ചി തുറമുഖത്തേക്ക് എത്തിക്കും. ഇല്ലെങ്കിൽ സമീപത്തെ കസ്റ്റംസ് ഓഫീസിന്റെ കസ്റ്റഡിയിലാകും. ഇതേസമയം ഇതിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് MSC ഷിപ്പ് മുങ്ങിയായിട്ട് ബന്ധപ്പെട്ട്
ഏകദേശം 100ഓളം കണ്ടെയ്നേഴ്സ് ഫ്ലോട്ടിങ്ങിലാണ്. അപ്പോൾ അതിൽ പല കണ്ടെയ്നേഴ്സും നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ തീരപ്രദേശത്ത് എത്തുന്ന പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത് നമ്മളിവിടുന്ന് നീണ്ടു പോയിട്ട് ചവറ ഉൾപ്പെടെ കരുനാപ്പള്ളിയുടെ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഒരെണ്ണം നമുക്കിവിടെ തറയിൽക്കടയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പം ഈ കണ്ടെയ്നർ മൊത്തം പൊട്ടിയ രീതിയിലാണ് കിടക്കുന്നത്. നമ്മുടെ ഒരു പുലിമുട്ടുമായിട്ട് ചേർന്ന് കിടക്കുന്നത്. അപ്പോൾ തിരയുടെ അതിശക്തമായ തിരയുണ്ടായതുകൊണ്ട് കണ്ടെയ്നർ പൊട്ടിയ രീതിയിലാണ് കിടക്കുന്നത്. അതിൽ നിന്നുള്ള അകത്തുള്ള സാധനങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്തത് ആദ്യം ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടത് നമുക്കുള്ള ഇൻസ്ട്രക്ഷൻ തന്നേക്കുന്നത് കസ്റ്റംസുകാരെ ബന്ധപ്പെട്ടുമാണ്. കസ്റ്റംസിനെ ബന്ധപ്പെട്ടിട്ടുണ്ട്. കസ്റ്റംസ് എറണാകുളം തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വന്നെന്താണ് പരിശോധിച്ചതിന് ശേഷം വേണം ബാക്കി നടപടി എടുക്കാനുണ്ട്. നമ്മളെ സംബന്ധിച്ചുള്ള അടിയന്തരമായിട്ട് നമുക്ക് മെഡിക്കൽ ടീമിനെ ഉൾപ്പെടെയുള്ള പോലീസ് ടീമുകൾ ഉൾപ്പെടെ അതിലിപ്പോൾ ജാഗ്രതാ നിർദ്ദേശം 200 മീറ്റർ മാറ്റി ആൾക്കാർ നിൽക്കുന്നതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇതിലെ മെറ്റീരിയൽസ് എന്താണെന്നുള്ള ഇവരെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. കാർഗോയുടെ കസ്റ്റംസ് ഏജന്റിനെ വിളിപ്പിച്ച് ബിൽ ഓഫ് എൻട്രി അഥവാ കണ്ടെയ്നറുകളിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പരിശോധിക്കും. എൽസ കപ്പലിന്റെ കാര്യത്തിൽ MSC മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് തന്നെയാണ് ഏജന്റ്. ബില്ലിൽ രേഖപ്പെടുത്താത്ത വസ്തുക്കൾ ഉണ്ടോ എന്നതാണ് പ്രധാന പരിശോധന. ഇതിനെല്ലാം കപ്പലുടമകൾ നികുതി അടയ്ക്കേണ്ടി വരും. അപകടകരമായ വസ്തുക്കളടങ്ങിയ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നത് സർക്കാർ നിർദ്ദേശം അനുസരിച്ചായിരിക്കും. കണ്ടെയ്നറുകളിൽ പലതും കേരള തീരത്ത് ഇറക്കാനുള്ളതല്ല എന്നാണ് സൂചന. എങ്കിൽ പോലും എവിടെയാണോ കരുതൊടുന്നത് ആ നിമിഷം മുതൽ അവിടുത്തെ കസ്റ്റംസിന്റെ ചുമതലയിലേക്ക് വരും. കണ്ടെയ്നറുകളോ ചരക്കോ കടലിൽ ഒഴുകുന്നത് കണ്ടാൽ അറിയിക്കണമെന്ന നിർദ്ദേശം പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇതേസമയം ആലപ്പുഴ തോട്ടപ്പള്ളി തീരത്ത് എണ്ണപ്പാട കലർന്നിട്ടുണ്ടോ എന്ന സംശയത്തെ തുടർന്നുള്ള പരിശോധനയും ബന്ധപ്പെട്ടവർ ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ചേരിക്കോണത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ച കുട്ടികളുടെ കുടുംബത്തിന് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. കുട്ടികളുടെ വീട് സന്ദർശിച്ച ശേഷമായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം. പ്രദേശത്തെ ജനപ്രതിനിധികൾ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടിരുന്നുവെങ്കിൽ ഇത്തരമൊരു ദുരന്തം ഉണ്ടാവില്ലായിരുന്നു. ജില്ലാ കളക്ടർ അടിയന്തരമായി സ്ഥലം സന്ദർശിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. തൃക്കോവിൽവട്ടം ചേരിക്കോണത്ത് മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ച കുട്ടികളുടെ കുടുംബത്തിന് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. കുട്ടികളുടെ വീട് സന്ദർശിച്ച ശേഷമായിരുന്നു ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം. പ്രദേശത്തെ ജനപ്രതിനിധികൾ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ടിരുന്നെങ്കിൽ ഇത്തരമൊരു ദുരന്തം ഉണ്ടാവുകയില്ലായിരുന്നു. വിഷയത്തിൽ MLAയും MPയും പരാജയപ്പെട്ടെന്നും ജില്ലാ കളക്ടർ അടിയന്തരമായി സ്ഥലം സന്ദർശിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. രണ്ട് കാര്യങ്ങൾ അടിയന്തരമായിട്ട് ഈ ജില്ലയുടെ കളക്ടറുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും ദാരുണമായിട്ടുള്ളൊരു വിഷയമുണ്ടായിട്ട് ഉത്തരവാദിത്വപ്പെട്ട ഇവിടെ നിന്ന് ജനപ്രതിനിധിയായിട്ട് ജയിച്ചു പോയിട്ടുള്ള MLAക്കും MPക്കും ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടൽ അവർ നടത്തേണ്ടതായിരുന്നു. ഇതിന്റെ സാങ്കേതികത്വം പറഞ്ഞ് ജനങ്ങളോട് ഞങ്ങൾക്ക് ആ വകുപ്പില്ല ഈ വകുപ്പില്ല, പാവങ്ങൾ ഇങ്ങനെ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞ കൂരയിൽ കിടന്നാൽ മതി എന്ന് പറഞ്ഞ് അതിനല്ലല്ലോ അധികാരികൾ. അപ്പോൾ ഈ സാങ്കത്യം മാറ്റിവെച്ചുകൊണ്ട് നാളെ ഒരു ജീവിതം ഇവിടെ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ സാഹചര്യമൊരുക്കാൻ അടിയന്തരമായിട്ടുള്ള ചില കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. 2 കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് നേരത്തെ പറഞ്ഞു. രോഗബാധിതമായി മെഡിക്കൽ കോളേജിൽ പോയിട്ട് പായ വിരിച്ച് നിലത്ത് കിടന്നുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നതെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആരോഗ്യവകുപ്പിന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ സാധ്യമല്ല. അടിയന്തരമായിട്ട് കേരളത്തിന്റെ ഗവൺമെന്റ് ഈ മരണപ്പെട്ട കുട്ടികളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ളതാണ്. ആ നഷ്ടപരിഹാരം കൊടുക്കാൻ 1 മണിക്കൂർ പോലും വൈകാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൊല്ലത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഈ വിഷയം ഏറ്റെടുത്തിട്ടുള്ളത്. സമരങ്ങൾ ഇതിനെ തുടർന്നുണ്ടാകും. കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാത്ത പക്ഷം ശക്തമായ സമരവുമായി BJP മുന്നോട്ട് പോകുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ജില്ലാ നേതാക്കൾക്കൊപ്പമാണ് ശോഭാ സുരേന്ദ്രൻ കുട്ടികളുടെ വീട് സന്ദർശിച്ചത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. അംഗനവാടിക്ക് ശിലയിട്ടു. പനയം ഗ്രാമപഞ്ചായത്ത് പെരുമൺ 1-ാം വാർഡിലെ സ്മാർട്ട് അംഗനവാടിക്കാണ് ശിലയിട്ടത്. 15 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിനായി വിനിയോഗിക്കുന്നത്. പനയം ഗ്രാമപഞ്ചായത്തിലെ പെരുമൺ 1-ാം വാർഡിലാണ് അംഗനവാടി കെട്ടിടത്തിന് ശിലയിട്ടത്. 15 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അംഗനവാടി കെട്ടിടം നിർമ്മിക്കുന്നത്. മുകേഷ് MLA തറക്കല്ലിടിയിൽ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജശേഖരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിന്ദു, പഞ്ചായത്ത് അംഗങ്ങളായ അമ്പിളി ജയൻ, വിജയകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ചാത്തന്നൂരിൽ വാഹനാപകടങ്ങൾ പതിവാകുന്നു. തിങ്കളാഴ്ച രാവിലെ തിരുവനന്തപുരത്തേക്ക് പോയ KSRTC ഡീലക്സ് ബസ് അപകടത്തിൽപ്പെട്ടു. മഴയായതോടെ റോഡിലെ കുഴികളിൽ വെള്ളം നിറഞ്ഞതിനാൽ റോഡും കുഴികളും തിരിച്ചറിയാത്ത സ്ഥിതിയാണ്. അപകടങ്ങൾ പതിവാകുന്ന സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ ഇടപെടണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്.
തിങ്കളാഴ്ച രാവിലെ 6 മണിയോടെ തിരുവനന്തപുരം ഡിപ്പോയിലെ ATC 153 സൂപ്പർ ഡീലക്സ് എയർ ബസ് ആണ് അപകടത്തിൽപ്പെട്ടത്. 38ഓളം യാത്രക്കാരുമായാണ് ബസ് കുഴിയിൽ വീണത്. നിലമ്പൂർ ഡിപ്പോയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്നു ബസ്. റോഡിലെ കുഴിയിൽ വെള്ളം നിറഞ്ഞിരുന്നത് കാണാതിരുന്നതാണ് അപകടത്തിന് കാരണമായത്. തുടർന്ന് യാത്രക്കാരെ മറ്റൊരു വാഹനത്തിൽ കയറ്റിവിടുകയായിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി സമാനമായ രീതിയിൽ നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ദേശീയപാത അതോറിറ്റിയുടെ കരാറുകാരുടെ അശ്രദ്ധ പ്രധാന കാരണമായി നാട്ടുകാർ പറയുന്നു. നമ്മുടെ ചാത്തന്നൂർ നിരവധി അപകടങ്ങളാണ്. ഈ മാസം തന്നെ ഒരു 6 വണ്ടി KSRTC അതേണക്ക് 2 വീലറുകാര് കാറുകാര് എല്ലാവരും കൂടെ ഈ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെളിയിൽ പുതഞ്ഞ് അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. നിരവധി വാഹനങ്ങൾ ചെയിൻ ഇട്ട് പിടിച്ചിട്ടാണ് നമ്മൾ JCB അറേഞ്ച് ചെയ്തിട്ടാണ് പിടിക്കുന്നത്. റോഡ് സൈഡിൽ ഇവർക്ക് ഒരു റെഡ് ബാരിക്കേഡോ റിബണോ വെച്ച് കെട്ടിമറയ്ക്കാതെയാണ് ഇവരുടെ പണികൾ നടക്കുന്നത്. ചാത്തന്നൂർ വികസന സമിതി ഇതിന് നല്ല രീതിയിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ബന്ധപ്പെട്ട അധികാരികൾക്കെല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ചാത്തന്നൂരിൽ തുടർക്കഥയാകുന്നത്. ചാത്തന്നൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് നിരവധി പരാതികൾ നൽകിയിട്ടുണ്ട്. എങ്കിലും ചാത്തന്നൂർ പ്രദേശത്തെ അപകടങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന അധികൃതരുടെ നിഷ്ക്രിയത്വത്തിൽ നാട്ടുകാരിൽ പ്രതിഷേധവുമുണ്ട്. പ്രദേശത്ത് ബാരിക്കേഡുകളോ സേഫ്റ്റി റിബണുകളോ സ്ഥാപിച്ചാൽ ഏറെക്കുറെ അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിയും. എന്നാൽ നിർമ്മാണം നടത്തുന്ന കമ്പനി ഇതിന് തയ്യാറാകുന്നില്ല. ദേശീയപാതയിൽ ചാത്തന്നൂർ തിരുമുക്ക് ഭാഗത്ത് 200 മീറ്ററോളം നീളത്തിലാണ് അപകട സാധ്യതയുള്ളത്. പ്രദേശത്ത് അപകട സൂചന നൽകുന്ന ബോർഡുകളോ ഒന്നും തന്നെ സ്ഥാപിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ നിലവിൽ സർവീസ് റൂട്ടുകളിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങളും മണിക്കൂറുകളോളം യാത്രാ ദുരിതം നേരിടുന്നു. ചാത്തന്നൂരിൽ അപകടങ്ങൾ പതിവായ സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചാത്തന്നൂർ. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. പുനലൂരിൽ നിരവധി വീടുകൾ തകർന്നു. വ്യാപകമായ കൃഷിനാശവും ഉണ്ടായി. കല്ലടയാറ്റിൽ ജലനിരപ്പ് ഉയർന്നു തുടങ്ങി. ശക്തമായ കാറ്റിലും മഴയിലും കിഴക്കൻ മേഖലയിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായത്. പുനലൂർ താലൂക്കിൽ ഒട്ടേറെ വീടുകൾ തകർന്നു. വ്യാപകമായ കൃഷിനാശവും സംഭവിച്ചു. വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണതിനാൽ മിക്കയിടത്തും വൈദ്യുതി ബന്ധവും നിലച്ചിട്ടുണ്ട്. നഗരസഭയിലെ ഐക്കരക്കോണം മണിമന്ദിരത്തിൽ സിജുവിൻ്റെ വീടിന് മുകളിലേക്ക് തേക്ക് വീണ് വീടിൻ്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു. പുനലൂർ മൂർത്തിക്കാവ് പുത്തൻപുരയിൽ ചന്ദ്രബാബുവിന്റെ വീടിന് മുകളിലെ ഷെഡിന്റെ മേൽക്കൂര കാറ്റിൽ പറന്നുപോയി. ഇടമൺ തണ്ണിവളവിൽ റോഡ് പുറമ്പോക്കിൽ നിന്ന തേക്ക് ഒടിഞ്ഞു വീണ സാറാ ബിബിയുടെ വീട് തകർന്നു. അഞ്ചൽ നെടിയറ MK ഭവനിൽ അർജുനന്റെ വീടിന് മുകളിലേക്ക് ആഞ്ഞിലി മരം വീണു. ചാലിയക്കര ചെറുതന്നൂർ കനാൽ റോഡിന് സമീപത്ത് താമസിക്കുന്ന ഓമനയുടെ വീടിന്റെ മേൽക്കൂര കാറ്റിൽ പറന്നുപോയി. ഓമനയെ സമീപത്തെ വീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചു. ഏരൂർ നെട്ടയം ഗുരുമന്ദിരത്തിൽ ബാലന്റെ വീടിന് മുകളിലേക്ക് റബ്ബർ മരം ഒടിഞ്ഞു വീണ വീടിന്റെ മേൽക്കൂര തകർന്നു. നെട്ടയം വിലാസിനി മന്ദിരത്തിൽ സതിയുടെ വീടിന് മുകളിലേക്ക് റബ്ബർ മരം വീണു. നെട്ടയത്തുകോണം പൂത്തുക്കുഴി പുത്തൻ വീട്ടിൽ നന്ദിനിയുടെ വീട് പ്ലാവ് വീണ് ഭാഗികമായി തകർന്നു. പഴയേരൂർ ഭാരതീപുരം മൂഴിക്കൽ സജി തോമസിന്റെ വീടിന്റെ മേൽക്കൂര കാറ്റിൽ പറന്നു. പുനലൂർ ഐക്കരക്കോണം കക്കോട് മണിയാർ തുടങ്ങി ഒട്ടേറെ സ്ഥലങ്ങളിൽ മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങി. കല്ലടയാറ്റിൽ ജലനിരപ്പ് ഉയരാൻ തുടങ്ങിയിട്ടുള്ളത് തീരദേശവാസികളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ നെല്ലിപ്പള്ളിയിൽ വാഹനാപകടം. ചെങ്കോട്ടയിലേക്ക് പോവുകയായിരുന്ന ആലപ്പുഴ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. പുനലൂർ നെല്ലിപ്പള്ളിയിൽ വാഹനാപകടം. ആലപ്പുഴ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെട്ടു. പുനലൂർ പത്തനാപുരം പാതയിൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് തിരിയുന്ന ഭാഗത്താണ് നിയന്ത്രണം വിട്ട കാർ റോഡ് സൈഡിലെ കൈവരികളിലേക്ക് ഇടിച്ചു കയറിയത്. ഇവിടെ ദിനംപ്രതി അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. 3 സ്കൂളുകൾ പ്രവർത്തിക്കുന്ന മേഖലയാണിത്. റോഡ് മുറിച്ചു കടക്കുന്നത് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ ഇവിടെ നന്നേ ബുദ്ധിമുട്ടുന്നുണ്ട്. എന്നാൽ പോലീസ് സഹായം ഉൾപ്പെടെ ഇവിടെ ലഭ്യമാക്കുന്നതിന് അധികൃതർ നടപടി കൈക്കൊണ്ടിട്ടില്ല. സ്വകാര്യ സ്കൂളുകൾക്ക് മുന്നിൽ ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് പോലീസ് കാട്ടുന്ന വ്യഗ്രത 3 സ്കൂളുകൾ പ്രവർത്തിക്കുന്ന ഈ മേഖലയിൽ കാട്ടാത്തതെന്തെന്ന് രക്ഷിതാക്കളും നാട്ടുകാരും ചോദിക്കുന്നു. നിരവധി തവണ സ്കൂൾ അധികൃതർ ഈ വിവരം കാട്ടി പോലീസിൽ കത്തു നൽകിയെങ്കിലും ഇനിയും നടപടിയായിട്ടില്ല. സ്കൂൾ ദിവസങ്ങളിൽ ഇവിടെ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനായി പോലീസ് സഹായം ലഭ്യമാക്കണമെന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും.
കേരള തീരത്ത് മറിഞ്ഞ MSC എൽസ 3 ചരക്ക് കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ കേരള തീരത്തേക്ക്. കൊല്ലം തീരത്ത് കൂടുതൽ കണ്ടെയ്നറുകൾ 19 കണ്ടെയ്നറുകളാണ് കൊല്ലം തീരത്തടിഞ്ഞത്. ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ ആലപ്പുഴ തീരത്ത്. ആറാട്ടുപുഴ തറയിൽക്കടവ് ഭാഗത്താണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത്. കണ്ടെയ്നർ കടൽ ഭിത്തിയിലിടിച്ച് തകർന്ന് സാധനങ്ങൾ കടലിലൊഴുകി. കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തെത്താൻ സാധ്യത. ജാഗ്രത ശക്തമാക്കി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ശക്തമായ കാറ്റും മഴയും. വ്യാപക നാശനഷ്ടം. പുല്ലൂരിൽ നിരവധി വീടുകൾ തകർന്നു. വ്യാപകമായ കൃഷിനാശം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.